എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ റിവ്യൂവിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ പവിത്ര അവിടെ നിന്നും പിണങ്ങി പോകുന്നതാണ്. ഇനി എനിക്ക് ഇങ്ങനത്തെ ഈ തരത്തിലുള്ള പണികളൊന്നും തരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം കനകമ്മ പറയുവാണ് അവൾക്ക് ഇതുപോലെയുള്ള പണികളൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പിങ്കിയോട് പറഞ്ഞ് എരിവേറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കനകമ്മ പറയുവാണ് ഇതിനൊക്കെ നല്ലൊരു തിരിച്ചടി തന്നെ അവർക്ക് കൊടുക്കണം മോളെ എന്നൊക്കെ പിങ്കിയോട് പറയുവാണ്. അന്നേരം പിങ്കി പറയുവാണ് കനകമ്മയ്ക്ക് അറിയില്ല എൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന്. എന്നിട്ട് പിങ്കി പറയുവാണ് നിങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞോ, മീൻ കറിയൊക്കെ വെച്ചോ? അന്നേരം കനകമ്മ പറയുവാണ് ആ പരിപാടിയെല്ലാം കഴിഞ്ഞു, മീനെല്ലാം വെച്ചോ എന്ന് പറയുന്നു. അന്നേരം പിങ്കി പറയുവാണ് ഞാൻ ഊണ് കഴിച്ചിട്ട് വന്നേക്കാം, അന്നേരം പെട്ടെന്ന് ഒരു സാരി എടുത്ത് തേച്ച് വെക്കാൻ പറയുന്നുണ്ട് കനകമ്മയോട്. അന്നേരം പിങ്കി പോയി കഴിഞ്ഞതിന് ശേഷം കനകമ്മ പറയുവാണ് ഈശ്വര ഞാൻ ഇനി എത്ര സാരി കത്തിക്കേണ്ടി വരുമെന്ന്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതത്തിനെയും നന്ദുക്കുട്ടനെയാണ്. നന്ദുക്കുട്ടൻ ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുവാണ് ബെഡിൽ. ഒന്നും കഴിക്കാതെ തളർന്ന് കിടക്കുന്ന നന്ദുക്കുട്ടനെ കണ്ട് ഗൗതത്തിന് നല്ല രീതിയിൽ വിഷമം ഉണ്ടാകുന്നു. ഈ സമയത്താണ് ഗൗരി നന്ദുവിനെ വിളിക്കുന്നത്. അന്നേരം നന്ദുട്ടൻ ഫോൺ എടുത്തിട്ട് ഹായ് ഗൗരി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത്. എന്നിട്ട് നന്ദുട്ടൻ ചോദിക്കുവാണ് ഗൗരിക്ക് സങ്കടമായെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. എന്നിട്ട് നന്ദുട്ടൻ പറയുവാണ് ക്ഷമിക്കണം കേട്ടോ ഗൗരി എന്ന് പറയുന്നുണ്ട്. എൻ്റെ പപ്പ അങ്ങനെ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഗൗരി വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ഗൗതം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് ഗൗതത്തിന് ആകെ വിഷമമാകുന്നുണ്ട്. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഗൗരിയുടെ അടുത്തേക്ക് നന്ദയും വരുന്നത്. അന്നേരം നന്ദ ചോദിക്കുവാണ് എന്താ മോളെ എന്ന്. അന്നേരം ഗൗരി പറയുവാണ് നന്ദുട്ടൻ എന്നോട് ക്ഷമ ചോദിക്കുവാണ് അമ്മയെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ് മോൻ ആ ഫോണിങ് തന്നെ, പപ്പയല്ലേ തെറ്റ് ചെയ്ത, പപ്പ സംസാരിക്കാമെന്ന്. ഞാൻ ഗൗരി മോളോട് ക്ഷമ പറഞ്ഞേക്കാം, ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വാങ്ങുവാണ് നന്ദുട്ടൻ്റെ നിന്നും. അന്നേരം ഗൗതമിൻ്റെ കയ്യിലേക്ക് നന്ദുമോൻ ഫോൺ കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ഗൗരിയും നന്ദയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നന്ദുമോനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദയും ഗൗരി മോളെ നിന്നും ഫോൺ വാങ്ങുവാണ്. എന്നിട്ട് നന്ദ ഫോൺ വാങ്ങിയിട്ട് ഹലോ എന്ന് കേൾക്കുവാണ്. അപ്പോഴത്തേക്ക് ഗൗതം ഇത് കേൾക്കുന്നില്ല, കയ്യിൽ തന്നെയാണ് ഫോൺ ഇരിക്കുന്നത്. ചെവിയിൽ വെക്കുന്നതിന് മുൻപേ നന്ദ ഹലോ എന്ന് കേട്ടു. അപ്പോൾ അതിനുശേഷം ഗൗതം ഹലോ എന്ന് കേട്ട് ഗൗരി മോളെ നന്ദുവിൻ്റെ പപ്പയാണ് ആ സമയത്ത് എനിക്ക് ചെയ്യേണ്ടി വന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോയതാണ്, വേറെ ഒന്നും മനസ്സിൽ ഓർത്തുകൊണ്ട് ചെയ്തതല്ല, മോളോട് പപ്പയ്ക്ക് യാതൊരു വിഷമവും ഇല്ല, ദേഷ്യവും ഒന്നുമില്ല കേട്ടോ മോളുടെ അടുത്ത്, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണാന്നൊക്കെ ഗൗതം പറയുന്നുണ്ട്. നേരം ഇപ്പുറത്തൊന്നും ഒന്നും മിണ്ടുന്നില്ല, നന്ദു ഒന്നും സംസാരിക്കാതെ അങ്ങനെ നിൽക്കുവാണ്. നേരം ഗൗതം ചോദിക്കുവാണ് ഗൗരി മോളെ എന്താ ഒന്നും മിണ്ടാത്തേന്ന്. ഗൗരി മോളെ എന്നൊക്കെ പിന്നെയും വിളിക്കുന്നുണ്ട് ഗൗതം. അന്നേരം നന്ദ പതിയെ പറയുവാണ് ഞാൻ ഗൗരിയുടെ അമ്മയാണെന്ന്. അന്നേരം അവർക്ക് രണ്ടുപേർക്കും കുറച്ച് നേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഷോക്കായി നിൽക്കുവാണ്. അന്നേരം ഗൗതം പറയുവാണ് ഞാൻ ഗൗരി മോളോട് കാര്യങ്ങളൊക്കെ പറയുവാണ്, അവൾക്ക് വിഷമമായെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് നന്ദയോട്. അവൾക്ക് വിഷമമായെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ മോളോട് സംസാരിച്ചതെന്ന് ഗൗതം പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ഫോൺ മേടിച്ചത് നന്ദുമോനോട് സംസാരിക്കാനാണെന്ന്, അവൻ ഇന്ന് ഒരുപാട് വിഷമമായെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഫോൺ വാങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ് അവനോട് മാത്രമല്ല നന്ദുവിൻ്റെ പപ്പയോടും എനിക്ക് സംസാരിക്കണമെന്ന്. അന്നേരം ഗൗതം പറയുന്നുണ്ട് എനിക്കും ഗൗരിയുടെ അമ്മയോടും സംസാരിക്കണമെന്ന്, കുറച്ച് കാര്യങ്ങൾ ഗൗരിയുടെ അമ്മയോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് ഗൗതവും പറയുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ പലതും പറഞ്ഞ് പിരിഞ്ഞവരാണ്, എന്നിട്ട് നേരിട്ട് കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചത് എൻ്റെ ഗൗരി മോൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മോനും അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന്. അവരുടെ മനസ്സിലത് നല്ല രീതിയിലുള്ള ഒരു വിഷമം ആയിട്ടങ്ങ് കിടക്കുവാണെന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. ഞാൻ നന്ദുക്കുട്ടന് വാക്ക് കൊടുത്തിരുന്നു ഞാൻ അവൻ്റെ കാല് ശരിയാക്കാമെന്ന്, അവൻ അതിനു വേണ്ടി നല്ല പ്രതീക്ഷയോടെയാണ് ഇവിടേക്ക് വന്നതെന്ന്, അവനോട് അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ നന്ദ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ് മനുഷ്യനല്ലേ പെട്ടെന്ന് ചെയ്തു പോയതാണെന്ന്, ഒന്നും ഓർത്തുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. അവനത് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഗൗരി മോളോടും വിളിച്ച് ക്ഷമ ചോദിച്ചതെന്ന് നന്ദയോട് പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുവാണ് എനിക്ക് ഗൗരിയുടെ അമ്മയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന്, ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്, ഞാൻ അങ്ങോട്ടേക്ക് വന്നത്, അവൻ്റെ ചികിത്സ അവിടെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ
എന്ന് നന്ദയോട് ചോദിക്കുന്നുണ്ട് ഗൗതം. അന്നേരം നന്ദ പറയുവാണ്, എന്ത് ബുദ്ധിമുട്ട്, ഞാനൊരു ഡോക്ടറാണെന്ന്. എൻ്റെ മുൻപിലേക്ക് വരുന്ന ഒരു പേഷ്യൻ്റാണ് നന്ദമോൻ. അവനെ ചികിത്സിക്കേണ്ടത് എൻ്റെ കടമയാണ്. വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ നാളെ തന്നെ അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എൻ്റെതായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഞാൻ അവനെ ചികിത്സിച്ച് ഭേദമാക്കാം. എൻ്റെ മാക്സിമം ഞാൻ നോക്കും. ഇതിനകത്ത് വേറെ ഒരു രീതിയിലും ഞാൻ കാണുന്നില്ല. എന്നിട്ട് നന്ദ പറയുവാണ്, അവനെ ഞാൻ സുഖപ്പെടുത്തി അവൻ്റെ കാല് നല്ല ഭേദമാക്കി കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും കാണാൻ ശ്രമിക്കരുതെന്ന്. എനിക്കും കാണണമെന്നില്ല, എന്നെ കാണേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അന്നേരം ഗൗതം പറയുവാണ്, ആ ശരിയാണ്, കാണേണ്ട കാര്യമില്ലല്ലോ, പിന്നെ അവിടെ തീരുവാണ് ബാക്കിയെല്ലാം. അങ്ങനെയൊക്കെ പറയുമ്പോഴും രണ്ടുപേർക്കും വിഷമമാകുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും വാശിയുടെ പുറത്താണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് നന്ദ പറയുവാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ചികിത്സയ്ക്ക് വരുന്നെങ്കിൽ ഇന്ന് കാണിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കരുതെന്ന്. എന്നിട്ട് നന്ദ പറയുവാണ്, നിങ്ങൾക്കെല്ലാവരെയും ഹേർട്ട് ചെയ്ത് ചെയ്യാറുള്ളൂ കാര്യങ്ങളെല്ലാം, അതല്ലേ നിങ്ങളുടെ ശീലം എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗൗതം ചോദിക്കുവാണ്, ഞാനാണോ ചുറ്റുമുള്ളവരെ ഹേർട്ട് ചെയ്തത്, അത് നീ തന്നെ പറയണം. അന്നേരം നന്ദ പറയുന്നുണ്ട്, വേണ്ട, ഇനി കുഴിച്ചു മൂടിയ കാര്യങ്ങൾ വീണ്ടും ചകഞ്ഞെടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് നന്ദ. അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്ന് പറയുന്നു. എന്നിട്ട് നന്ദ പറയുവാണ്, എല്ലാവരും അവരുടേതായ ജീവിതങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, ഇനി അതിനെ ബഹുമാനിക്കുക, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദ ഗൗതത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു. എന്നാലും രണ്ടുപേർക്കും മനസ്സിൽ വിഷമമുണ്ട്, സങ്കടമുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വയ്ക്കുവാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അവർ ഫോൺ വയ്ക്കുവാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗൗതം നന്ദൂട്ടനെ പതിയെ എണീപ്പിച്ച് വിടുന്നുണ്ട്. മോൻ പോയി ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഓടിപ്പോയി കൈ കഴുകിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. പിന്നെ അതിനുശേഷം നന്ദ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ എടുക്കുമ്പോഴത്തേക്ക് അത് മഞ്ജു മാഡമാണ്. മാഡം നന്ദയോട് പറയുന്നുണ്ട്, ഇത്രയും ദിവസം ഞാൻ നീറുമായിരുന്നു. എൻ്റെ മകൻ്റെ അടുത്ത് എനിക്കൊരു സാധാരണ അമ്മയായിട്ട് നിൽക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞത്. ഏതായാലും അവനിപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോയി, ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മകൻ്റെ ചിത എരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഇനി നിനക്കെന്താ തരാൻ പോകുന്നതെന്ന് നീ കണ്ടോ. ഒരിക്കലും നിന്നെ സമാധാനമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ മകൻ എന്നിൽ നിന്ന് പോയതുപോലെ തന്നെ ഒരു മകൾ നഷ്ടപ്പെട്ട നിനക്ക് എത്രമാത്രം വേദനിക്കുക, അത്രയ്ക്കുള്ള വേദന എന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരും. അന്നേരം നന്ദ പറയുവാണ്, മാഡം അവൻ ആത്മഹത്യ ചെയ്തത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് അത് കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, അത് സ്വാഭാവികമാണ്. അന്നേരം അത് പറയുമ്പോഴത്തേക്ക് മഞ്ജു മാഡം പറയുവാണ്, അവൻ എന്ത് മരുന്ന് വേണമെങ്കിലും കഴിച്ചോട്ടെ, പക്ഷെ അവൻ ജീവനോടെ ഇരിക്കുമായിരുന്നല്ലോ, അത് തകർത്തത് നന്ദയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, മാഡം ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്ന്. മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നവർ ആത്മഹത്യ ചെയ്യേണ്ട ടെൻഡൻസി കൂടി വരും. പിന്നെ അതിൻ്റെ പവറിൽ മറ്റുള്ളവരെ കൊല്ലാൻ പോലും മടിക്കില്ല. മാഡത്തിൻ്റെ കഴുത്തിലോട്ടും ഒരു കത്തി ചൂണ്ടുന്ന ഒരു രംഗം മാഡം ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്, നീ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട, നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അതിൻ്റെ ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നുണ്ട്. നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മഞ്ജു മാഡം പറയുന്നുണ്ട്. നിന്നെയും നിൻ്റെ മകളെ ഞാൻ നശിപ്പിച്ചിരിക്കും. പിന്നെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ആദ്യം ഞാൻ നിൻ്റെ മകളെ ഈ ഭൂലോകത്തു നിന്നും മാറ്റും. ആദ്യം ഞാൻ നിൻ്റെ മകളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടും, അതിനുശേഷമേ നിന്നെ ഞാൻ പറഞ്ഞു വിടുള്ളൂ. കാരണം ഒരു മകളെ നഷ്ടപ്പെട്ടാലുള്ള വേദന നീ അറിയണം, നിന്നെ ഞാൻ അറിയിക്കണ്ടേ അത്, അതുകൊണ്ട് നീ അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നന്ദ ഗൗരിമോളെ എന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരുങ്ങിയിരുന്നു എന്ന് മഞ്ജു മാഡം പറയുന്നുണ്ട്. അവളിനി ഒരിക്കലും വിളി കേൾക്കാനും ഒരിക്കലും നീ അവളെ കാണാനും പോകുന്നില്ലെന്ന് മഞ്ജു മാഡം പറയുന്നുണ്ട് നന്ദയോട്. അനുഭവിക്കാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കുവാണ് ചെയ്യുന്നത്. അന്നേരം ഫോൺ നന്ദ വെച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ റോഡിലൂടെ നടന്നു വരുന്നുണ്ട്. ഗൗരിമോളെ കാണാത്തതിൽ അന്വേഷിച്ച് വിഷമിച്ച് വലഞ്ഞു വരുവാണ്. ഗൗരിമോളെ കാണാത്തതിൽ റോഡിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് നന്ദ. അന്നേരം നന്ദ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്ക് ഗൗരിമോള് റോഡിലൂടെ വരുന്നുണ്ട്. പക്ഷെ നന്ദ മോളുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മഞ്ജു മാഡത്തിൻ്റെ ഗുണ്ടകളുടെ വണ്ടി
ഇത് ഗൗരിമോളുടെ അടുത്തേക്ക് വന്ന് നിൽക്കും. നന്ദ മോളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ഗുണ്ടകൾ നന്ദയെ പിടിച്ച് നിർത്തുന്നു അവിടെ. എന്നിട്ട് ആ ഗുണ്ടകൾ ഗൗരിമോളെ എടുത്ത് വണ്ടിയിൽ കയറ്റുകയാണ് ചെയ്യുന്നത്. അന്നേരം നന്ദ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. എൻ്റെ മകളെ വിട്, എൻ്റെ മകളെ ഇറക്കി വിട് എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവള് ബഹളം വെക്കുന്നുണ്ട്. അവരെയൊക്കെ പിടിച്ച് തള്ളാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം അവർ പറയുവാണ്, നീ ഇനി നിൻ്റെ മകളെ കാണില്ല എന്ന്. എന്നിട്ട് പറയുവാണ്, നാളെ നീ ഈ നേരം ആകുമ്പോഴത്തേക്ക് ഒരു ചിത കത്തിക്കേണ്ടി വരും, നീ അറിയണം മഞ്ജു മാഡത്തിൻ്റെ വിഷമം എന്താണെന്ന് ആ ഗുണ്ട പറയുന്നുണ്ട് നന്ദയോട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി വയ്ക്കുന്ന സമയത്ത് അവിടേക്ക് ഗൗതം എത്തുകയാണ്. ഗൗതം ഇത് കണ്ടിട്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അയാളെ പിടിച്ച് മാറ്റിയിട്ട് എന്താ നന്ദ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. നേരെ നന്ദ പറയുവാണ്, എൻ്റെ മകളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമായിരുന്നു, എൻ്റെ മകൾ ആ വണ്ടിയിലുണ്ടെന്നൊക്കെ ഗൗതമിനോട് നന്ദ പറയുന്നുണ്ട്. എന്നിട്ട് അവർക്ക് കുറച്ച് തല്ലൊക്കെ കൊടുത്തിട്ട് നന്ദയുടെ ഗൗരിമോളെ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരും. അന്നേരം ഗൗരിമോളെ വാങ്ങിയിട്ട് ഗൗതത്തിൻ്റെ നിന്ന് ഗൗരിമോളെ വാങ്ങിയിട്ട് നന്ദ വണ്ടിയിൽ കൊണ്ട് ഇരുത്തുവാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അവരുമായി അടികൂടുന്ന സമയത്ത് അതിലൊരുത്തൻ ചോദിക്കുവാണ്, നീ ഇവളുടെ ആരാടാന്ന് ചോദിക്കുന്നുണ്ട്. ഇവളെ രക്ഷിക്കാൻ നീ എന്തിനാടാ വരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും നാള് നിർമ്മൽ എന്ന് പറയുന്നവൻ്റെ വെപ്പാട്ടിയായിരുന്നു അവള്. മകളെയും അവളെയും നീയാണോ ഇനി സംരക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഗൗതത്തിനാകെ വിഷമം ഉണ്ടാകുന്നു. പെട്ടെന്ന് ഞെട്ടലോടെ നന്ദയെ നോക്കുവാണ് ഗൗതം. ഈ സമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ വന്ന് ഗൗതത്തെ കുത്തിയിട്ട് ഗൗതത്തിനെ വലിച്ച് റോഡിലേക്ക് എറിയുന്നു. എന്നിട്ട് അവരങ്ങോട്ട് പോകുവാണ്. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുവാണ് നന്ദ. വണ്ടിയിലിരുന്ന് നന്ദമോനും ആകെ വിഷമിച്ച് കരയുന്നുണ്ട്. നന്ദ ഓടി വന്ന് ഗൗതം സാർ എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതമിൻ്റെ അടുത്ത് വന്നിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് നന്ദ. പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ്. പിങ്കി കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സിന്ദൂരം എടുത്ത് നെറ്റിലിടാൻ നോക്കുന്ന നേരത്ത് കൈ തട്ടി താഴേക്ക് പോകുന്നു. അന്നേരം അവിടെ മോഹിനി അടുത്തുണ്ടായിരുന്നു. മോഹിനി ഞെട്ടലോടെ നോക്കുവാണ്. എന്നിട്ട് പറയുവാണ്, അയ്യോ ഇത് ഇങ്ങനെ സിന്ദൂരം താഴെ വീണൂടാ, ശകുനമാണ്, ഭർത്താവിന് ദോഷമാണത്, എന്തായാലും നീ പ്രാർത്ഥിക്ക് പിങ്കി, ഗൗതത്തിന് വേണ്ടി, ഗൗതത്തിന് എന്തോ ആപത്ത് വരാനിരിക്കുന്നു, അതാണെന്നൊക്കെ പറയുന്നുണ്ട് മോഹിനി. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുവാണ് പിങ്കി. പിങ്കി പറയുവാണ്, ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, ഇത് കൈതട്ടി വീണതല്ലേ, അറിയാതെ വീണതല്ലേ എന്നൊക്കെ പറയുമ്പോൾ മോഹിനി പറയുവാണ്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം, ഗൗതത്തിന് വേണ്ടി നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ടെൻഷനോടെ താലിയിലും പിന്നെ ആ സിന്ദൂരത്തിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. താലിയിൽ പിടിച്ച് കൈകൊണ്ട് മുറുക്കി പിടിച്ചിട്ട് സിന്ദൂരത്തിലേക്ക് നോക്കിക്കൊണ്ട് വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിങ്കിയെ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിങ്കി നന്ദ ഗൗതം സാറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നന്ദ ഗൗതത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുത്തിയ ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നന്ദയുടെ വീട്ടിലേക്ക് ഗൗതത്തിനെ കൊണ്ടുവന്ന് ആ മുറിവെല്ലാം തുടച്ച് അതിൽ മരുന്നൊക്കെ വെച്ച് ക്ലിയറാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്. ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് അവിടെ കിടക്കുവാണ് ഗൗതം. ഇതെല്ലാം കണ്ട് നന്ദൂട്ടൻ ഗൗരിമോളോട് ചോദിക്കുവാണ്, പപ്പയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. അന്നേരം ഗൗരിമോള് പറയുവാണ്, നീ ഒന്നും പേടിക്കേണ്ട, അമ്മ എല്ലാം ശരിയാക്കി തരുമെന്ന് പറയുന്നുണ്ട് നന്ദുമോനോട്. എന്നിട്ട് നന്ദുമോൻ്റെ വിഷമം കണ്ടിട്ട് നന്ദ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോൻ്റെ പപ്പയ്ക്കൊന്നും സംഭവിക്കില്ല, പപ്പയ്ക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തു, അതുകൊണ്ടാണ് പപ്പ മയങ്ങി കിടക്കുന്നത്, പേടിക്കണ്ട കേട്ടോ, മോൻ ആൻറ്റി ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദുമോനോട്. എന്നിട്ട് മോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, വിഷമിക്കണ്ട, മോൻ ആൻറ്റി ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു.